ഇറങ്ങും യാത്ര. സ്നേഹം നിറഞ്ഞ ഷാലോം ടിവിയുടെ പ്രേക്ഷകരെ, സെയിൻറ്റ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ പുറപ്പാട് 8 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു യാത്രയായിരുന്നു. ഷാലോമിനോട് ചേർന്ന് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ശുശ്രൂഷകൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ വേണ്ടി മീഡിയയിലൂടെയുള്ള സുവിശേഷത്തിൻ്റെ ഭാഗമായ ഒരു യാത്ര. സത്യത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതും ഒരു മനുഷ്യൻ്റെ യാത്രയെപ്പറ്റിയാണ്. ആ യാത്രയുടെ ഇടയിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും തടസ്സങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ അതിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയം. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിൻ്റെ 12 മക്കളുടെ ചരിത്രമാണ്. ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് അറിയപ്പെടും. അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ ഇന്ന് വരെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരണം. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനും ആ മനുഷ്യൻ്റെ രക്ഷാകര ചരിത്രവും ഒരു ജനതയെ എങ്ങനെ ദൈവം നയിച്ചു എന്നുള്ളതും ആ ജനതയ്ക്ക് തെറ്റുപറ്റുമ്പോഴെല്ലാം ദൈവം എന്താണ് അവരോട് ചെയ്തതെന്നുള്ളതും ഇതെല്ലാം ഒരു ജനതയെ തിരഞ്ഞെടുക്കുകയാണ്. അന്ന് ഒത്തിരിയേറെ ജനത അന്നും ജീവിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഒത്തിരിയേറെ വംശങ്ങളും വർഗങ്ങളും ജീവിക്കുമ്പോഴാണ് ഈ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ഈ ജനതയെ കൃത്യമായ ഒരു സ്ട്രക്ചറിലേക്ക് നിയമങ്ങൾ കൊടുത്ത്, അന്ന് വരെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിയമങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. നീ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, നിൻ്റെ ദൈവമായ കർത്താവ് കൂടെ നടക്കണമെങ്കിൽ, നടന്ന് നിന്നെ നയിക്കണമെങ്കിൽ നീ എങ്ങനെ ജീവിക്കണം, ആ ദൈവം കൂടെ നടക്കുമ്പോൾ നിനക്ക് എന്തൊക്കെ നേട്ടങ്ങളാണുള്ളത്, ദൈവം എങ്ങനെ നിന്നെ നയിക്കും, നീ പാപത്തിൽ വീണാൽ നിനക്ക് എങ്ങനെ അതിനുള്ള മറുപടി ചെയ്യാൻ പറ്റും എന്നെല്ലാം പറഞ്ഞ് ഒരു ജനതയെ വാർത്തെടുക്കുകയാണ്. ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തതും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ആളാണ് യാക്കോബിൻ്റെ പുത്രനായ ജോസഫ്. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, എനിക്ക് അബ്രഹാമിനോട് ഇഷ്ടക്കുറവുണ്ട്. കാരണം അബ്രഹാം ഭാര്യയെ എന്തിനാണ് പെങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ ഇസഹാക്കിനെയും ഇഷ്ടമില്ലാത്തവർ ചരിത്രത്തിൽ ഇഷ്ടമില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ യാക്കോബിനെ വളരെയധികം ഇഷ്ടമില്ലാത്തവരുണ്ട്, അവരുടെ ചില പ്രവൃത്തികൾ കൊണ്ട്. എന്നാൽ ജോസഫിനെ ഈ പറഞ്ഞവർക്കൊക്കെ ഇഷ്ടമാണ്. കാരണം ദൈവം അബ്രഹാമിനെ നയിച്ചതോ ദൈവത്തിന് അബ്രഹാമിനോടുണ്ടായിരുന്ന പദ്ധതിയോ സാധാരണ ഒരു ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതിനൊക്കെ ചിലയിടത്ത് അപ്പുറമുണ്ട്. യാക്കോബിനോട് ദൈവം ക്ഷമിക്കുന്നതോ യാക്കോബിൻ്റെ ദൈവം എന്നറിയപ്പെടുന്നതിൻ്റെയൊക്കെ അർത്ഥം ചിലയിടത്ത് ചിന്തിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിനും അപ്പുറത്തുണ്ട്. എന്നാൽ അവരെ തിരഞ്ഞെടുത്തതിൻ്റെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനേക്കാൾ വലുതല്ല അവർ പറഞ്ഞ വാക്കോ പ്രവൃത്തിയോ ഒന്നും. അതുകൊണ്ടാണ് അവരുടെ ദൈവമായിട്ട് ദൈവം അറിയപ്പെടുന്നത് തന്നെ. അബ്രഹാമിന്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന ദൈവം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അവരുടെ ആ പ്രവൃത്തിയേക്കാൾ, അന്നത്തെ കാലത്തെ ആ പ്രവൃത്തിയേക്കാളും വലുതായിരുന്നു അവർക്ക് ദൈവത്തോടുള്ള വിശ്വാസം, അവർക്ക് ദൈവത്തോടുള്ള ആശ്രയബോധം, അവർ ദൈവത്തെ കണ്ടിരുന്നത്, ദൈവം അവരെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പ്രവൃത്തികൾക്കൊക്കെ നിസ്സാര വിലയായി പോകുന്നത് ചരിത്രത്തിൽ. എന്നാൽ ജോസഫിനെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ജോസഫിനെ ഇവരെ ആരെയും ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടമാണ്. അതിൻ്റെ കാരണം ജോസഫിൽ തിരിച്ചും മറിച്ചും പഠിച്ചാലും ഒരു തിന്മയും കാണുന്നില്ല. അങ്ങനെ ചില മനുഷ്യരുണ്ട്, ഒരു തിന്മയും കാണാത്തവരെ മാത്രം ബഹുമാനിക്കുന്ന ചില മനുഷ്യർ. അങ്ങനെ ചില വ്യക്തിത്വങ്ങളെ ചിലർ പറയുകയും ചെയ്യും, നമ്മളോട് സംസാരിക്കും, പറയും എനിക്ക് ഇന്ന മെത്രാനെ ഭയങ്കര ഇഷ്ടമാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു തിന്മയുമില്ല. ഇന്ന വൈദികനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബഹുമാനമാണ്, കാരണം ഒരു തിന്മയുമില്ല. അങ്ങനെ ഇന്ന വചനപ്രഘോഷകനെ എനിക്കിഷ്ടമാണ്, കാരണം ആ ആളെ തിരിച്ചും മറിച്ചും പഠിച്ചാൽ ഒരു തെറ്റുമില്ല.
എന്നാൽ അത് നമ്മുടെ മാനുഷികമായ കാഴ്ചപ്പാടാണ്. തെറ്റില്ലാത്തവരെയൊക്കെ നമുക്ക് ഭയങ്കര ബഹുമാനം തോന്നാം. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ എല്ലാവരും ബഹുമാനിക്കും, ആഗോള രാജ്യങ്ങൾ മുഴുവൻ ബഹുമാനിക്കും. കാരണം ആശയങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടും ലോകത്തെ കീഴടക്കിയ മനുഷ്യനാണ്. മദർ തെരേസേനെ ലോകം മുഴുവൻ ബഹുമാനിക്കും. കാരണം ജീവിതം കൊണ്ടും സഹനം കൊണ്ടും ത്യാഗം കൊണ്ടും ഒക്കെ ലോകം മുഴുവൻ കീഴടക്കിയ വ്യക്തിയാണ്. അപ്പോൾ എന്നാലും അവരെയൊക്കെ 100% സ്വഭാവം കൊണ്ടും ജീവിതം കൊണ്ടും ബഹുമാനിക്കുന്നതോടൊപ്പം ചിലപ്പം ചെറിയ ബലഹീനതകളുടെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തോടും ദൈവപദ്ധതിയോടും ചേർന്ന് നിൽക്കുകയും തൻ്റെ ബലഹീനതയെ ഓർത്ത് ത്യാഗം ചെയ്യുകയും അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയും ചെയ്യുകയും പാപപരിഹാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളോടും കരുണ കാണിക്കാതിരിക്കാൻ ദൈവത്തിന് പറ്റില്ല. കാരണം ബൈബിളിൽ അങ്ങനെ ഒരു ചരിത്രമില്ല. എന്നാൽ മർക്കടമുഷ്ടി എടുക്കുകയും ദൈവത്തിന് പകരം മറ്റ് ദൈവങ്ങളെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നവരോട് ദൈവം കാണിക്കുന്ന ഉത്തരം വേറെയാണ്. ഇതെല്ലാം തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. ബലഹീനരെ താങ്ങി നിർത്തുന്ന ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവാണ് ക്രിസ്തു സർവ്വ പാപപ്പെട്ടവരോടും പാപികളോടും കരുണ കാണിച്ചത്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ശമരിയാക്കാരി സ്ത്രീയോട് പോയി ക്രിസ്തു പറയത്തില്ല, നിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഞാനാണ് ക്രിസ്തു എന്ന്. അവിടുത്തെ ഏതെങ്കിലും ഉന്നതരായ ശ്രേഷ്ഠരായ പണ്ഡിതരോടോ പുരോഹിതരോടൊക്കെ പറയാമായിരുന്നു. അപ്പം ബലഹീനരെ താങ്ങി തളർത്തിക്കളയുന്ന, അവരെ അപ്പാടെ മാറ്റിക്കളയുന്ന ഒരു സുവിശേഷമല്ല നമ്മുടെ സുവിശേഷം. അതുകൊണ്ട് തന്നെ ഈ ജോസഫ് എന്ന് പറയുന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ ഈ വ്യക്തിത്വത്തെ ഇത്രയധികം സ്നേഹിക്കുന്നതിൻ്റെ കാരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജോസഫ് ആരായിരുന്നെന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒത്തിരിയേറെ ക്ലാസ്സുകൾ ജോസഫിനെ പറ്റിയും അതുപോലെ തന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ജോസഫിൻ്റെ ചരിത്രമൊക്കെ ഡ്രാമയൊക്കെ നാടകമാക്കി സിസ്റ്റർമാർ കുഞ്ഞു മക്കളെ കൊണ്ട് കളിപ്പിക്കുന്നതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇന്ന് അങ്ങനത്തെയൊക്കെ സംവിധാനങ്ങൾ ഒത്തിരി കുറഞ്ഞു പോയി. അന്ന് നമ്മുടെയൊക്കെ കുഞ്ഞു മനസ്സിൽ ഈ ജോസഫ് അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങൾ യൂതിത്ത് ഒക്കെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളെയൊക്കെ നാടക രൂപേണ കാണിച്ചു തരുന്നത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലും ചിന്തകളിലൊക്കെ ഉണ്ട്. ജോസഫ് കടന്നുപോയ വഴികളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ യാക്കോബിന് ജോസഫിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു ഭാഗം അവിടെ കിടപ്പുണ്ട്. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 37 മുതൽ 50 വരെയുള്ള പുസ്തകങ്ങളിലെ 38-ാമത്തെ അധ്യായം മാത്രം ഒഴിച്ച് ബാക്കി അധ്യായങ്ങൾ മുഴുവൻ ഈ ജോസഫിൻ്റെ പ്രവർത്തനങ്ങളാണ്. 37 മുതൽ ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ളതിൽ 38-ാം അധ്യായം ഒഴിച്ച് ബാക്കി മുഴുവൻ അധ്യായങ്ങൾ യാക്കോബ് ഒത്തിരി സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മൾ കാണുന്നത് അവന് ഫുൾ കൈനീളമുള്ള ഒരു കുപ്പായം കൊടുത്തു. എന്നിപ്പോൾ സൂട്ട് 10 കൊടുത്താലും പ്രത്യേകത ഒന്നും ഉള്ള കാലമല്ല. എന്നാൽ അന്ന് ഏറ്റവും സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു. അന്നൊരു കുപ്പായം ഭയങ്കര സന്തോഷമായിരുന്നു, കിട്ടാത്ത കാര്യമായിരുന്നു. അതുപോലെ തന്നെ ജോസഫ് ചേട്ടന്മാരൊക്കെ വല്ല കുസൃതിയൊക്കെ കാണിച്ചാൽ അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പനോട് പോയി പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൻ അവനെ വലിയ ഇഷ്ടമായിരുന്നു. അത് ചേട്ടന്മാർക്കും അറിയായിരുന്നു. ആ ഇഷ്ടം ഈ കുപ്പായം കൂടെയൊക്കെ മേടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടാതെ വന്നപ്പോൾ ഇച്ചിരി കൂടെ അവർക്ക് ദേഷ്യമായിട്ട് വന്ന് കാണാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം അപ്പുറത്ത് ഈ ജോസഫിനെ ഇവർ വെറുക്കാൻ തുടങ്ങുന്ന ഒരു രംഗം നമ്മൾ കാണുകയാണ്. ജോസഫിൻ്റെ ജീവിതം കുറച്ച് സ്വപ്നങ്ങളുടെ ജീവിതമാണ്. ജോസഫ് കണ്ട 2 സ്വപ്നം, പിന്നെ ജോസഫ് വ്യാഖ്യാനിച്ച 4 സ്വപ്നം. ഈ 2 സ്വപ്നം വെച്ച് 3 പ്രാവശ്യം ജോസഫ് തന്നെ കണ്ട 2 സ്വപ്നം, ജയിലിൽ കിടന്നപ്പോൾ കൂട്ടാളികൾ കണ്ട 2 സ്വപ്നം, ഫറവോയുടെ കൊട്ടാരത്തിൽ രാജാവ് കണ്ട സ്വപ്നം, ഇങ്ങനെ 6 സ്വപ്നം. ഈ സ്വപ്നങ്ങളാണ് ജോസഫിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ആദ്യം കണ്ട സ്വപ്നത്തിൽ ജോസഫ് കാണുക സഹോദരങ്ങളോടൊപ്പം കറ്റ കൊയ്ത് വെക്കുമ്പോൾ ജോസഫിൻ്റെ കറ്റകളുടെ മുന്നിൽ മറ്റ് കറ്റകൾ കുമ്പിട്ട് നിൽക്കുന്നു. ജോസഫ് ഇത് സഹോദരന്മാരോട് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സ്വപ്നവും കൂടെ കണ്ടു.
സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തൻ്റെ മുമ്പിൽ കുമ്പിടുന്നു. ഏകദേശം ഒരു തീരുമാനത്തിലെത്തി സഹോദരന്മാർ. ഞങ്ങൾ നിൻ്റെ മുമ്പിൽ കുമ്പിടണമെന്നാണോ പറയുന്നത്? അവരെല്ലാം മൂത്തവരാണ്. യൂദായും ബെഞ്ചമിനും, ബെഞ്ചമിൻ ജോസഫിൻ്റെ ഇളയ സഹോദരനാണ്. യൂദായും റൂബനും ദാനും ഗാദും ഒക്കെ മൂത്തവരാണ്. അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ ഈ കൊച്ചു പയ്യൻ ഏറ്റവും ഇളയ അനിയൻ്റെ അടുത്ത് പോയി കുമ്പിടുമെന്ന്? ഇവർക്ക് വാശി കൂടിക്കൂടി വന്നു. അങ്ങനെ തക്കം പാർത്ത് ഇവരുടെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനെ ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു പ്രദേശത്ത് ചേട്ടന്മാർ എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്കിവനെ കൊന്നുകളയാം. കൊന്നുകളയാമെന്ന് പറഞ്ഞപ്പോൾ റൂബൻ പറഞ്ഞു, രക്തം നമ്മൾ വീഴ്ത്തരുത്, നമുക്കതുകൊണ്ട് ഇവനെ പൊട്ടക്കിണറ്റിലിട്ടാക്കാം. പൊട്ടക്കിണറ്റിലിട്ടപ്പോഴാണ് മിതിയാൻകാരയിലൂടെ പോകുന്നത് കാണുന്നു. അങ്ങനെ അടിമയായി ഈജിപ്തുകാർക്ക് വിൽക്കപ്പെടുന്നു. 20 വെള്ളിക്കാശിന്. ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് വിറ്റെങ്കിൽ ജോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു. ഇവിടെ ജോസഫിന് മനസ്സിലായത് കൊച്ചായിരുന്നുവെങ്കിലും 17 വയസ്സ് തുടങ്ങി 31 വയസ്സ് വരെയുള്ള ചരിത്രങ്ങൾ ആണ് നമ്മൾ ഈ അടിമത്തവും ജയിലും ഗവർണറും ഒക്കെ നമുക്ക് കാണാം. 31 വയസ്സ് വരെയുള്ള 17 തുടങ്ങി 31 വയസ്സ് വരെയുള്ള ജീവിതമാണ് കഷ്ടതയുടെ ജീവിതം. അത് കഴിഞ്ഞാണ് ഗവർണർ സ്ഥാനത്തേക്ക് വരിക. ഈ കാലഘട്ടത്തിനകത്ത് ഒരു കൊച്ചു പയ്യനാണ്, 17 വയസ്സുള്ള ഒരു പയ്യൻ പൊട്ടക്കിണറ്റിൽ വീഴുകയും അവിടുന്ന് അടിമയായി, അപ്പൻ ഏറ്റവും സ്നേഹിച്ച് പൊന്നുപോലെ കൊണ്ടു നടന്ന മകനെ അടിമയായി കൊണ്ടുപോകുന്നൊരനുഭവം. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായ ഒരു അഭിപ്രായം അവനില്ല. ആ അടിമ പിന്നീട് വിൽക്കപ്പെടുന്നത് എവിടെയാണ്? പൊത്തിഫറിൻ്റെ വീട്ടിലേക്ക് വേലയ്ക്കാണ് വിൽക്കപ്പെടുക. വേലക്കാരനായി മാറും. ദൈവമാണ് എന്നോട് സംസാരിച്ചതെന്ന ബോധ്യം ജോസഫിനുണ്ട്. ദൈവം എനിക്ക് കാണിച്ചു തന്നത് ദൈവം എന്നോട് പ്രവർത്തിക്കാൻ പോകുന്ന കാര്യമാണെന്നുള്ളതും ജോസഫിനുണ്ട്. എന്നാൽ സഹോദരങ്ങൾക്ക് അതൊരിക്കലും സ്വീകരിക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ വരും. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ചിലപ്പോൾ ദൈവം മറ്റെല്ലാവരേക്കാളും ഉയർത്തും. അത് കണ്ടിട്ട് ചിലപ്പോൾ ആദ്യമേ ദേഷ്യം വരുന്ന കുടുംബക്കാർക്ക് തന്നെയായിരിക്കും, തൊട്ടടുത്തുള്ള അയൽപ്പക്കക്കാർക്കായിരിക്കും. ദൂരെയുള്ളവർക്ക് അത്രയും പ്രശ്നം വരില്ല. ഇവരെങ്ങനെയാണ് ഇത് സാധിച്ചെടുത്തത്, ഇവർക്ക് ആരിങ്ങനെ നൽകി എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരാം. ജോസഫ് നേരിട്ട അതേ ചോദ്യങ്ങളൊക്കെ നമ്മളും നേരിടാം. ജോസഫിനെ കൊണ്ടുപോയിട്ട പോലെ പൊട്ടക്കിണറ്റിലും കൊണ്ടുപോയിടാം. അവിടുന്ന് അടിമത്തത്തിൻ്റെ നാട്ടിലേക്ക് വിൽക്കപ്പെടുകയും ചെയ്യാം. എന്നാൽ ഇവിടെയൊന്നും ഒരു കംപ്ലൈൻറ്റും പറയുന്നതായിട്ട് ബൈബിളിൽ എഴുതിയിട്ടില്ല. ജോസഫ് പരാതി, എൻ്റെ ചേട്ടന്മാരെന്നെ വിറ്റതാണെന്ന് അവിടെ പറഞ്ഞെന്നോ അല്ലെ വേലയ്ക്ക് നിന്ന വീട്ടിൽ പരാതി പറഞ്ഞൊന്നൊന്നുമില്ല. പിന്നീട് കാണുന്ന ജോസഫിൻ്റെ മുഖം എന്താ നമുക്കറിയാം. പാപം ചെയ്യാതെ ഇരുന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന ജോസഫ്. അതായത് ജോസഫിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് അപ്പൻ്റെ അടുത്താണേലും പൊട്ടക്കിണറ്റിലാണേലും അടിമയായി വിൽക്കപ്പെടുമ്പോഴാണേലും വേലക്കാരനായി ഒരു വീട്ടിൽ താമസിക്കുമ്പോഴാണേലും സെയിം ഒരേ സ്വഭാവമാണ്. ആ വിശ്വസ്തത മാറുന്നില്ല. അവിടെ തൻ്റെ ഇടത്തോടെ പാപത്തിനെതിരായി നിന്ന ജോസഫിനെയാണ് നമ്മൾ കാണുക. എന്നിട്ട് എന്താ സംഭവിക്കുക? അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നു. ചരിത്രത്തിൻ്റെ ഏകദേശം ഒരു കണക്കനുസരിച്ചാണ് ഒരു 3-4 വർഷമെങ്കിലും കുറഞ്ഞ് ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ കിടക്കുമ്പോഴാണ് കൂടെ കിടന്നവർ സ്വപ്നം കാണുന്നത്. വീണ്ടും പാനപാത്ര വിചാരകനും അപ്പക്കാരനും ഇവർ രണ്ടും ഓരോ സ്വപ്നം കണ്ടു. അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നത് ജോസഫ് ഇങ്ങനെയാണ്. പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ വീണ്ടും രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിനക്ക് ജോലി കിട്ടും. അപ്പക്കാരൻ കണ്ട സ്വപ്നം, ഇവൻ അപ്പവുമായി പോകുമ്പോഴും 3 പക്ഷികൾ വന്ന് അപ്പം കുത്തിയെടുത്തുകൊണ്ട് പോകുന്നതാണ്. അപ്പം ജോസഫ് പറഞ്ഞു, നിനക്ക് ഈ വിചാരണ തടവുകാരായിട്ട് കിടക്കുകയാണ്, വിധിക്കപ്പെടാം എങ്ങനെ വേണേലും. ഒന്ന് ജയിലിന് പുറത്തേക്ക് വിടാം, ഇല്ലെങ്കിൽ വധിക്കപ്പെടാം. നിനക്ക് മോചനമില്ല, അല്ലെങ്കിൽ നീ സ്വതന്ത്രനാകില്ല എന്ന് പറയുക ചെയ്തു. എന്നാൽ മറ്റേയാളോട് പറഞ്ഞു, നിനക്ക് വീണ്ടും ജോലി കിട്ടും, നീ കുറ്റക്കാരനല്ലെന്ന് പറയും.
തെളിയപ്പെടും. അതേ സംഭവം തന്നെ സംഭവിക്കുകയാണ്. എന്നിട്ട് ഈ പാനപാത്രഭാഗവനോട് പറയുന്നുണ്ട്, അഥവാ നിനക്ക് ഈ അവസ്ഥയിലേക്ക് തന്നെ നീ തിരിച്ചു പോകും, ഉറപ്പാണ്. അപ്പം നീ എന്നെയും കൂടെ ഒന്ന് ഓർത്തേക്കണേന്ന് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നെ ഇയാൾ ഓർക്കുന്നത് എവിടെയാണ്? അടുത്ത സ്വപ്നത്തിലാണ്. സ്വപ്നം കാണുന്നത് ഫറവോ രാജാവ് മെലിഞ്ഞ പശുക്കളും നല്ല കൊഴുത്ത പശുക്കളും, കൊഴുത്ത പശുക്കളെ വിഴുങ്ങുന്ന മെലിഞ്ഞ പശുക്കൾ, നിറഞ്ഞ കതിരുകളും മെലിഞ്ഞ കതിരുകളും. ഈ രണ്ട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ജോസഫ് കൃത്യമായി രാജാവിനോട് പറഞ്ഞു. അവിടെ രാജാവ് ജോസഫിനെ ഗവർണറാക്കി മാറ്റുക, ഏറ്റവും ഉന്നതമായ സ്ഥാനം. സഹോദരങ്ങളെ, അവിടെ എന്താണ് സംഭവിക്കുക? ഇസ്രായേലിലും ദാരിദ്ര്യം കൊടികൊണ്ടുപോകും. തൻ്റെ സഹോദരങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ മുന്നിൽ വന്നു. അവിടെയൊക്കെ വായിക്കുമ്പോൾ സത്യത്തിൽ ഹൃദയം നുറുങ്ങുന്ന അനുഭവങ്ങളാണ് നമ്മുടെ. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞ ജോസഫ് തൻ്റെ അപ്പനെയും അനിയനെയും കാണാനുള്ള കൊതി കൊണ്ട് ചില കുഞ്ഞു തമാശകൾ കാണിച്ചെങ്കിലും അവർ ജോസഫിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ, കരഞ്ഞപ്പോൾ, കുറ്റബോധത്തോടെ നിന്നപ്പോൾ ജോസഫ് പറഞ്ഞ ഒരു വാക്ക്, 45-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തോന്നുന്ന സർവ്വ മനുഷ്യർക്കും വേണ്ടിയുള്ള വാക്യമാണ്. ജോസഫ് പറയുകയാണ്, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ സഹോദരൻ എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട. ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നേരത്തെ ഇങ്ങോട്ട് അയച്ചത്. നിങ്ങളെന്നെ വിറ്റതിനെ ഓർത്ത് സങ്കടപ്പെടേണ്ട, കുറ്റബോധം വേണ്ട. കാരണം ദൈവത്തിൻ്റെ പദ്ധതി മാത്രം നടന്നെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ദൈവത്തിൻ്റെ പദ്ധതി നടക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയ വഴിയായിരുന്നു പൊട്ടക്കിണറെന്നും അതിനുവേണ്ടി നിയോഗിച്ച വ്യക്തികളാണ് അടിമത്തത്തിന് ഞങ്ങളെ കൊണ്ടുവന്ന് എന്നെ ദാസ്യവേലയ്ക്ക് കൊണ്ടുവന്നവരെന്നും ജയിലിൽ കിടന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവിനെ എങ്ങനെ ഒരാൾ അറിയുമായിരുന്നു എന്നും ആ ജയിൽവാസത്തിൽ തന്നെ ഒരിക്കൽ കൂടി ഇച്ചിരി കൂടെ തീക്ഷ്ണമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കി. ഈ പാനപാത്രവാഹകൻ അന്നേരം ചെന്ന് രാജാവിനോട് പറയുകയാണ്, ഇങ്ങനൊരു ജോസഫുണ്ട്, അതൊരു നീതിമാനാ, പാവം മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ രാജാവ് ഈ മനുഷ്യനെ സ്വതന്ത്രനാക്കിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഒന്നേൽ അപ്പൻ്റെ നാട്ടിലേക്ക് അന്വേഷിച്ച് പോകും, ഇല്ല വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചേനെ. വീണ്ടും രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ കാലഘട്ടം വരെ ജയിലിൽ കിടക്കേണ്ടി വന്നതും ദൈവത്തിൻ്റെ പദ്ധതി തന്നെ, മറ്റേയാൾ മറന്നുപോയത് പോലും. അപ്പോൾ ചിലത് ചെയ്യാതെ വരുന്നത് പോലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ കാര്യമാണ്. അത് മിനിറ്റ് കൊണ്ട് അത് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ആ പദ്ധതി നടക്കില്ല, ദൈവം വെച്ച പദ്ധതി നടക്കാതെ പോകും. അപ്പോൾ ഈ കുഴി കിടന്നാലും അടിമയായാലും വേലക്കാരനായാലും പാപം ചെയ്യാതെ ജയിലിൽ ചെന്നാലും ആ ജയിലിൽ കുറച്ചേറെ നാൾ കിടക്കേണ്ട വന്നാലും ഇതിൻ്റെ എല്ലാം ഉത്തരം പറയേണ്ട ഒരവസ്ഥ. എൻ്റെ മുന്നിൽ കുമ്പിട്ട നെൽക്കതിരുകളെ കണ്ട ജോസഫിനറിയാം ദൈവ പദ്ധതിക്കകത്തോട് ഞാൻ പോവുകയാണ്. നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം എന്താണെന്നറിയോ? 10-13 വർഷത്തെ സഹനമാണ്, ഒരു ദിവസത്തെ അല്ലിത്. 17 തുടങ്ങി 30 വർഷം വരെ ജോസഫിൻ്റെ ജീവിതം മുഴുവൻ സഹനമാണ്. നമുക്കൊക്കെ 13 ആഴ്ച നേർച്ച നേർന്നാൽ 12 ആഴ്ച ചെല്ലും, 13-ാമത്തെ ആഴ്ച ഞങ്ങളുടെ അതിന് ഉത്തരം കിട്ടിയില്ലേ നമ്മൾ അടുത്ത വഴിക്ക് പോകും. സഹനത്തിൻ്റെ വഴിയിൽ 13 വർഷവും നോക്കിയിരുന്നു പദ്ധതി നടക്കാൻ, ഒരു പരിഭവമില്ലാതെ. നമ്മൾ ബൈബിൾ പഠിക്കുന്നവരും വചനം പഠിക്കുന്നവരും വായിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും ഒക്കെയാണ് പകുതി പേരും. ഇഷ്ടംപോലെ ക്ലാസ്സുകളാണ് നമുക്കിപ്പോൾ കേൾക്കുന്നത്, യൂട്യൂബിനകത്തും ശാലോമിലൂടെയും മറ്റ് ചാനലിലൂടെയൊക്കെ. എന്നാൽ ഈ ദൈവ പദ്ധതിക്ക് വേണ്ടി ശാന്തതയോടെ ഒന്നിരിക്കാൻ, അത് ചിലപ്പോൾ പൊട്ടക്കിണറിൻ്റെ അനുഭവമുണ്ട്, വേലക്കാരുടെ അനുഭവമുണ്ട്, നിസ്സഹായതയുടെ അനുഭവമുണ്ട്, ജയിലിൻ്റെ അനുഭവമുണ്ട്, കുറ്റം ചെയ്യാതെ കുറ്റക്കാരനോ കുറ്റക്കാരിയായിട്ട് മാറുന്നതിൻ്റെ അനുഭവമുണ്ട്, അപമാനങ്ങളുടെ അനുഭവമുണ്ട്. ഇതെല്ലാത്തിൻ്റെ മുകളിൽ ഒരു ഗവർണർ സ്ഥാനം ഇരിപ്പുണ്ട് എന്ന് കാണിച്ചു തന്ന ദൈവമാണ് ഇവരെക്കാളൊക്കെ വലുത്. ചുറ്റും നിന്ന് കല്ലെറിയുന്നവരെക്കാളൊക്കെ വലുത്, ഈ പൊട്ടക്കിണറിനേക്കാളൊക്കെ വലുത് എൻ്റെ ദൈവമാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ജോസഫിനെ പോലെ നിൽക്കാൻ പഠിച്ചാൽ അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വിഷമിക്കുന്ന സഹോദരങ്ങളെ മുഴുവൻ കരുതാൻ പറ്റുന്ന രീതിയിലേക്ക് സ്ഥാനം ദൈവം തരും. അങ്ങനെ വന്ന് അവർ മുന്നേ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്നോട് കാണിച്ചതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ 20 വെള്ളിക്കാശിന് എന്നെ വിറ്റവരല്ലേ, ഇപ്പോൾ വരാറായില്ല എൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുകയല്ല. നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളൊന്നും ഓർക്കണ്ട.
ദൈവം തൻ്റെ പദ്ധതി നിറവേറ്റാൻ വേണ്ടി നടത്തിയ ഒരു അവസരമാണ്, നടത്തിയ വഴികളാണിതെന്നോർത്ത് നിങ്ങൾ വിഷമിക്കാതിരിക്കൂ എന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ആശ്വസിപ്പിച്ച് അവർക്ക് വേണ്ടതെല്ലാം ഫറവോയുടെ അനുവാദത്തോടെ ആ രാജ്യത്ത് നേടിക്കൊടുത്ത് യാക്കോബിനെ പൊന്നുപോലെ കരുതി ജീവിച്ച ഒരു മകനാണ് ജോസഫ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ജീവിതത്തിൽ ചിലർ ഒരു കുടുംബത്തിൽ ഒരാളെ ആയിരിക്കും ദൈവം ഉയർത്തുക. ബാക്കി ഈ 11 പേരുടെയും കഥ താഴോട്ടാണ് പോയെ. ഒരാളെ ഒരു ജോസഫായിട്ട് ദൈവം എടുത്ത് ഉയർത്തും. വ്യക്തമായ പദ്ധതിയും കൊടുക്കും. കൂടെ നിൽക്കുന്ന ആർക്കും ഈ പദ്ധതി മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. കൂടെ നടന്നവർക്ക് ആർക്കെങ്കിലും മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവത്തിനറിയാം. ആ ദൈവത്തിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി സഹനത്തിലും വേദനകളിലും അപമാനങ്ങളിലും കൈവിടാത്ത വിശ്വസ്തത, അത് അന്ത്യം വരെയാണ്. ഒരേ സ്വഭാവമായിരിക്കണം. അത് അപ്പൻ്റെ അടുത്ത് സുഖമായിട്ട് ജീവിച്ചപ്പോഴും, പൊത്തിഫറിൻ്റെ വീട്ടിൽ വേലക്കാരനായി ജീവിക്കുമ്പോഴും, ഗവർണറായി ജീവിക്കുമ്പോഴും ഒരേ സ്വഭാവമേ ഉള്ളൂ. നീതിയുള്ള, സ്നേഹമുള്ള, സത്യസന്ധതയുള്ള, ദൈവ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം. ആ സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറുവാൻ വേണ്ടി വേണം ഈ ജോസഫ് നമുക്ക് മാതൃകയായി മാറാൻ. ജോസഫിൻ്റെ ഗോത്രത്തെ തന്നെ യാക്കോബ് അനുഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. 2 മക്കളെയും അനുഗ്രഹിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും സന്തോഷവും നിലനിൽക്കാൻ നമ്മുടെ ജീവിതങ്ങളെ തുറന്നു കൊടുക്കണമെങ്കിൽ സഹനങ്ങൾക്ക് വഴി തുറന്നു വന്ന വ്യക്തികളോടുള്ള ബോധം വിട്ട് അവരങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാനിന്നിങ്ങനെ ആയതെന്നുള്ള വലിയ പോസിറ്റീവായ ഒരു ചിന്താഗതിയിലേക്ക് വന്ന് ദൈവ പദ്ധതിക്ക് അവരും കാരണമായെന്ന് മാത്രം കരുതിക്കൊണ്ട് ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കാനും കരുതേണ്ടവരെ കരുതാനും, ആ ഗവർണർ സ്ഥാനത്തേക്ക് ഞാൻ ചെന്നെത്തണമെങ്കിൽ ജീവിതത്തിൽ ആർക്കെങ്കിലും നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ജോസഫ് ഇങ്ങനെ വിറ്റ് ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിലോ, ജയിലിൽ കിടന്നില്ലായിരുന്നെങ്കിലോ ഒരിക്കലും ഈജിപ്തിൻ്റെ ഫറവോയുടെ ഗവർണറാകാൻ ഇസ്രായേലിലെ യാക്കോബിൻ്റെ മകന് സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതിന് പോകുന്ന വഴികളാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഓർക്കുക. പല നല്ല മനുഷ്യരെ ഞാനിപ്പോൾ ഓർക്കുക. ഇത് ചെറിയ ജോലിക്കൊക്കെ ഇവിടെ വന്നവർ അറേബ്യൻ രാജ്യത്തൊക്കെ വന്നു, ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. ലോകം മുഴുവനും അവർ പല പല ബിസിനസ്സുകൾ ചെയ്യുകയും ആയിരങ്ങൾക്ക് ജോലി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവരെ പലരെയും നമുക്കറിയാം. അവർ സ്വപ്നം കണ്ടതാണോ ഒരു പക്ഷേ അവരിവിടെ വരുമ്പോൾ ഇങ്ങനെ ആകുമെന്ന്? ഒരിക്കലുമില്ല. സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മരുഭൂമിയുടെ അനുഭവം അവർ പറയുന്നുണ്ട്. എന്നാൽ ആ മരുഭൂമിയിൽ അവരെല്ലാം ഒരേപോലെ പറയുന്നത് എൻ്റെ മിടുക്കുകൊണ്ടല്ലെന്ന് തന്നെയാണ്. ഉന്നതരായ പലരെയും നമ്മൾ പഠിക്കുമ്പോൾ അവരാരും എൻ്റെ മിടുക്കുകൊണ്ട് നടന്നെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു പരിധി വരെ എല്ലാ മനുഷ്യരും പറയുന്നത് എൻ്റെ ദൈവം സഹായിച്ചുകൊണ്ട്, അത് ഏത് മതത്തിലുള്ള ആളുമായിക്കട്ടെ. ദൈവബോധമുള്ളൊരു മനുഷ്യനാണ് പറയുന്നത് എൻ്റെ ദൈവം എന്നെ സഹായിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ വളർന്നതെന്ന് തന്നെയാണ്. നമുക്കും പ്രാർത്ഥിക്കാം ജോസഫിനെ പോലെ. ഒരു പക്ഷേ പൊട്ടക്കിണറ്റിലും ജയിലിലും കിടക്കേണ്ട അവസ്ഥ വന്നാലും ദൈവം വാഗ്ദാനം ചെയ്ത ഒരു നല്ല സ്ഥാനമുണ്ട്. അതിന് വിശ്വസ്തയോടെ നിൽക്കണം. വിശ്വാസം കൈവിടാതെ നിൽക്കണം. എല്ലാവരെയും പഴിച്ചും പഴിചാരിയും ശപിച്ചുമൊന്നുമല്ല. ദൈവപദ്ധതിക്ക് ചെവി കൊടുക്കുന്ന സ്വരം, ആ സ്വരത്തിന്, ദൈവത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുന്ന വ്യക്തിയായി ജോസഫിനെ പോലെ മാറുവാൻ വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ പുത്രനായ ജോസഫ് ചരിത്രത്തിൻ്റെ വലിയ ഇഷ്ടപ്പെട്ട കഥാപാത്രമായി മാറിയതുപോലെ നമ്മളും ഈ ജീവിതത്തിൽ നിന്ന് മൺമറഞ്ഞു പോകുമ്പോൾ വേറൊരു തലമുറ നമ്മുടെ ജീവിതത്തെപ്പറ്റി മദർ തെരേസയെ പറയുന്നത് പോലെ നല്ലൊരു അമ്മ, ആ നല്ലൊരു ചേച്ചി, നല്ലൊരു ചേട്ടൻ, നല്ലൊരു അപ്പൻ, അവർക്കെല്ലാം ദൈവം കൊടുത്തപ്പോഴും പാവപ്പെട്ടവരെ കരുതിയൊരപ്പൻ, ഉന്നതമായ സ്ഥാനത്ത് വന്നപ്പോഴും താഴെയുള്ളവരെ സ്നേഹിച്ച ഒരു സാറ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകാൻ വേണ്ടി നമ്മളെ ഈ വചനമൊക്കെ സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com